ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ഹേമയോട് വന്നിട്ട് മാനസ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ആ വീട്ടിലെ, അതായത് സാഗറിൻ്റെയും സുജാതയുടെയും മരുമകളാകണം അമ്മയെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കൃഷ്ണന് നിന്നെ താല്പര്യമില്ല, പിന്നെ അവൻ നിന്നെ കല്യാണം കഴിക്കാതെ പിന്നെ എങ്ങനെ നീ അവിടുത്തെ മരുമകളാകുമെന്ന് ചോദിക്കുമ്പോഴത്തേനും അതിന് വേറെ ഒരു ഉപായം കൂടിയുണ്ട്. കൃഷ് മാത്രമല്ല അവരുടെ മകനായിട്ടുള്ളത്, അവർക്കൊരു മൂത്ത മകനുണ്ട് ബലരാമൻ. എനിക്ക് ബലരാമനെ വിവാഹം കഴിക്കണം, ആ വീട്ടിലെ മരുമകളാകണം, എനിക്ക് പക വീട്ടാനുള്ളതാണ് അമ്മയെന്ന് പറയുന്നുണ്ട്. ഹേമപ്പോൾ മാനസയോട് ചോദിക്കുന്നത്, നിനക്കെന്താ ഭ്രാന്ത് വല്ലതും ഉണ്ടോ? അവർക്ക് വേറൊരു മകനോ? നീ എന്തൊക്കെയാണ് പറയുന്നത്? അതൊക്കെ അമ്മയോട് വഴിയേ പറയാം, എന്തായാലും എനിക്ക് അവിടുത്തെ മരുമകളാവുകയും വേണം എന്ന രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ കൺമണിയെ തന്നെ കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേനും അച്ഛൻ പറയുന്നുണ്ട് കൺമണിയോട്, മോളെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമോ? നിൻ്റെയും കൃഷ്ണൻ്റെയും വിവാഹം അവരുടെ വീട്ടുകാർ സമ്മതിക്കുമോ? അതിന് അനുവാദം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ഗൂഗിൾ വരുന്നുണ്ട്. അച്ഛനൊന്ന് സമാധാനപ്പെട്ടിരിക്കും, ക്രിസ് സാർ വിചാരിച്ച കാര്യങ്ങൾ നടക്കാത്തൊന്നുമില്ല, ക്രിസ് സാർ എന്തായാലും കൺമണിയെ അങ്ങോട്ട് കൊണ്ടുപോകും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അവർ സമ്മതിക്കാതിരിക്കില്ല, ക്രിസ് സാർ ഒരു കാര്യമായിട്ട അത് ഏറ്റതാണ് അച്ഛ എന്ന് പറയുന്നു. പിന്നീടും കാണിക്കുന്നത് നമ്മുടെ സാഗറിനെയും അതുപോലെ തന്നെ ആൻറ്റിയമ്മേനെയും കേട്ടോ. സാഗർ അവിടെ എന്തോ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആൻറ്റിയമ്മ വന്നിരിക്കുന്നുണ്ട്. അനിയൻകുട്ട, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തായി? മാനസയെ കൃഷും കല്യാണം കഴിപ്പിക്കണ്ടേ എന്ന രീതിയിൽ പറയുമ്പോൾ എനിക്ക് ഒരു സമാധാനം താ ചേച്ചിയമ്മേ, ഞാനിപ്പോൾ ഒരു ധർമ്മസങ്കടത്തിലാണ്. കൃഷിൻ്റെ കല്യാണം നടത്തണം, പക്ഷേ അവന് കൺമണിയാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ആവുമല്ലേ നല്ലത്. നീ എന്തൊക്കെയാണ് പറയുന്നത്? അത് കൊള്ളാലോ, നിൻ്റെ മനസ്സിൽ ഇപ്പം അതായിരുന്നല്ലേ, അവളെ കെട്ടി എഴുന്നള്ളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണല്ലേ. ചേച്ചിയമ്മേ ഒന്ന് അടങ്ങി നിൽക്ക്, അവൻ്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത്, അതുകൊണ്ട് അവളെ തന്നെ വിവാഹം കഴിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമാണെന്ന രീതിയിൽ പറയുന്നു. ഇത് കേൾക്കുന്ന കൃഷ്ണൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്തായാലും കൺമണിയുടെയും കൃഷ്ണൻ്റെ വിവാഹം അധികം വൈകാതെ തന്നെ നടക്കും കേട്ടോ. എന്തായാലും പ്രമോ കഴിഞ്ഞു, എപ്പിസോഡ് വിശേഷമായിട്ട് കാണാം കേട്ടോ.